ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ മജോർട്ടയുടെ എല്ലാ കാറും ഓൾമോസ്റ്റ് എല്ലാ കാറും ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് 2 കാറ് മാത്രമേ ഉള്ളൂ മജോർട്ടയുടെ അല്ലാത്തത്. ഹോട്ട് വീൽസിൻ്റെ 2 കാർ, ഇതാ ഈ ഇരിക്കുന്ന 2 ട്രക്കാണത്. ടാക്കോമയും ആൻഡ് റാമും. ട്രക്കല്ല, പിക്കപ്പ് ട്രക്ക്. സോ നിങ്ങളാണ് എന്നെ തിരിച്ചത്, ഞാൻ ട്രക്കെന്നാണ് ഇടയ്ക്ക് പറയാറുള്ളത്. ആൻഡ് ഇതിലേക്ക് നമ്മളൊരു ഗിഫ്റ്റ് പാക്ക് മേടിച്ചായിരുന്നു. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇത് അൺബോക്സ് ചെയ്യുന്നു. സോ യങ്സ്റ്റർ ഗിഫ്റ്റ് പാക്ക് എന്ന് പറഞ്ഞൊരു പാക്ക് നമ്മൾ മേടിച്ചായിരുന്നു, 90s യങ്സ്റ്റർ ഗിഫ്റ്റ് പാക്ക്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഏകദേശം ഒരു 5 കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് പാക്ക് ഞാൻ മേടിക്കാനുള്ള കാരണം എന്താ, ഈ ഇരിക്കുന്ന ബ്ലാക്ക് സാധനമാണ്. ഈ ഒരു ഒറ്റ വണ്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫുൾ ബോക്സ് മേടിച്ചത്. സോ നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്യാം. സോ ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ 19 20 കാറായി, ഇതോടെ കൂട്ടി മജോർട്ടയുടെ തന്നെ. സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇതെന്ത് സെറ്റപ്പിലാണ് വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, റബ്ബർ ബാൻഡ് ഇട്ടാണ് ഈ ഒരു സാധനം വെച്ചിരുന്നത്. സ്ക്രൂ ഒന്നും ചെയ്തിട്ടില്ല. ഇതുണ്ടോ, അടിയിൽ റബ്ബർ ബാൻഡ് വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോ ടയറെ കൂടാണ് ഇത് കയറ്റി വിട്ടിരിക്കുന്നത്. സോ നമുക്കിതെല്ലാം കൂടെ വലിച്ച് പറിച്ച് ഊരി എടുക്കേണ്ട ഒരു പണിയുണ്ട്. സോ നമുക്ക് നേരെ ഇത് എടുക്കാം. നമ്മുടെ സ്വിഫ്റ്റിനടുത്ത് നമ്മൾ പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ, സോ ഇതിനകത്തിരിക്കുന്ന ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഇതായിരിക്കുന്ന യെല്ലോ വണ്ടിയാണ്. സോ ഇതൊരു കോർവെറ്റാണ്. നമ്മുടെ ഷെവർലെറ്റിൻ്റെ കോർവെറ്റ് എന്ന് പറയുന്ന വണ്ടിയാണല്ലോ, ഷെവർലെറ്റ് കോർവെറ്റ് C4 എന്ന് പറയുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഇട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന 5 വണ്ടിയും പ്രീമിയം ഇതിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ടൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ വരുന്നത് നമുക്ക് ഈ ഒരു ബോണറ്റാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിന്നൊക്കെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടൊരു എൻജിൻ പാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ. ഇത്രയും സ്കെയിലിൽ അത്രയും ഡീറ്റെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും വരുന്ന സസ്പെൻഷനുണ്ട്. ആൻഡ് ഈ വണ്ടിയെല്ലാം ഡാമേജ്ഡ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. ഡാമേജ് അല്ല, ഈ സസ്പെൻഷൻ അത്ര വർക്കാവുന്നില്ല. അതത്ര കുറച്ച് പോരായ്മയായിട്ട് തോന്നി. ഈ ഒരു പ്രൈസിൽ നമ്മൾ ഇത്രയും വലിയൊരു വണ്ടി, അത് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് പാക്കൊക്കെ മേടിക്കുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല. ഇതിലെ കമ്പിയും കോടാലിയൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതങ്ങോട്ട് വർക്കാവുന്നില്ല. സോ ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വണ്ടിയും സെയിം കോർവെറ്റ് തന്നെയാണ്, പക്ഷേ ഇതൊരു കൺവെർട്ടബിൾ ഐറ്റമാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇൻറ്റീരിയർ പാർട്ട് കുറച്ച് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഫുള്ള് റെഡ് വന്നപ്പോഴേക്കും കുറച്ച് എന്തോ ഒരു ബോർ ഫീൽ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെയും അതുപോലെ തന്നെയാണ്. നമുക്ക് ഈ ഒരു പോർഷൻ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. സെയിം വണ്ടി തന്നെ, അതിന് എന്താ റൂഫുണ്ട്, ഇതിന് റൂഫില്ല എന്നേ ഉള്ളൂ. ഇതിൻ്റെ സസ്പെൻഷൻ അത്രയേ വർക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും ഇതിൻ്റെ മെക്കാനിസം എന്ന് എനിക്ക് തോന്നുന്നു. സോ അലോയ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് വരുന്നത് ഫുള്ളി ബ്ലാക്കിലാണ് വരുന്നത്. ഇത് ആൻഡ് ക്രോം മെറ്റീരിയലൊക്കെ അടിച്ചിട്ടൊരു സെറ്റപ്പിലാണ് വരുന്നത്. ഇത് കുറച്ചൊരു സ്പോർട്ട് എഡിഷൻ ആയതുകൊണ്ടായിരിക്കും. ആൻഡ് കോർവെറ്റ് എന്ന് പറയുന്ന വണ്ടി തന്നെ സ്പോർട്ടാണ്. ആൻഡ് ഇത് ഇങ്ങനെ റോഡ്സ്റ്റർ മോഡൽ ആയതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ 2 വണ്ടി എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ബെൻസിൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. തൈ വണ്ടി, ഇതിൻ്റെ സസ്പെൻഷനൊക്കെ അടിപൊളിയായിട്ട് വർക്കാകും കേട്ടോ. ഇത് നിസാൻ്റെ ഒരു വണ്ടിയാണ്, നിസാൻ്റെ സെഫീറോ A31. അതന്നെ 31 പോയിട്ടുണ്ട്. A31 എന്ന് പറയുന്ന മോഡലാണ്. ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഒക്കെ ചെയ്തിട്ടുള്ള, നല്ല എന്താ പറയുക, കുറച്ചുകൂടെ ലെങ്ത് ഉള്ളൊരു വണ്ടി കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് വരുന്നത് ഹുഡാണ് ഓപ്പൺ ആകുന്നത്. നിങ്ങൾ തലയും കുത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡോർ ഓപ്പൺ ആകുമായിരുന്നെങ്കിൽ നന്നായിരുന്നു ഈ ഹുഡിന് പകരം എന്ന് എനിക്ക് തോന്നി പേഴ്സണലായിട്ട്. ഇതും കൊള്ളാം, നല്ല രസമുണ്ട്. ഇതിൻ്റെ സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കാണ് കുറച്ചുകൂടെ കണ്ടോ, റിയർ കുറച്ചുകൂടെ നല്ലതായിട്ട് ഉതറും. ഫ്രണ്ട് അത്ര പോലെ ചത്തേന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. അപ്പോൾ ഇതാണ് തേർഡ് മോഡൽ. ഇതിൻ്റെയൊക്കെ നമുക്ക് ഇട്ട് നോക്കാം. ബാക്ക് എല്ലാത്തിൻ്റെയും വർക്കാകുന്നുണ്ട്. സോ നെക്സ്റ്റ് വണ്ടി വരുന്ന ഇതാണ് റെനോൾട്ടിൻ്റെ. ഇതുണ്ടോ, എന്തൊരു ഡീറ്റെയിൽ ആണെന്ന് നോക്കി. ഇതിൻ്റെ ഒരു സിംഗിൾ പീസ് അവിടെ ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക്. ഞാൻ അന്ന് അത് എടുത്തില്ല, പിന്നീടാണ് ഇത് കണ്ടപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ എന്താ എടുത്തേക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് നോക്കുമ്പോൾ ഈ ഗിഫ്റ്റ് ബോക്സിന് അത് മാത്രമേ ഉള്ളൂ ഐറ്റം. സോ ഇതാണ് ഇതിൻ്റെ നമുക്ക് ഡോറ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇൻറ്റീരിയർ വൈസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ. നമ്മുടെ ഈ മാരുതി സുസുക്കിയുടെ ഒക്കെ ഒരു 800 ഇല്ലേ, 800ൻ്റെ ഒക്കെ ഒരു ലുക്ക് വരുന്ന വണ്ടിയാണ്. സിലോയോ സീറ്റണോ അടിയിൽ നോക്കാം. റെനോൾട്ടിൻ്റെ മേഡിൻ്റെ ക്ലിയോ 60S8 എന്ന് ആ ഒരു വണ്ടിയാണിത്. നമുക്കൊരു 800ൻ്റെ ഒക്കെ ഫീൽ വരും. അങ്ങനത്തെ ഒരു സെന്നിൻ്റെ ഒക്കെ ഒരു ഫീൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഓൾമോസ്റ്റ് ഓൾറെഡി അറിയാവുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എനിക്കിതിനെപ്പറ്റി വലിയ വീഡിയോ ഒന്നുമില്ല. ഞാൻ ഈ വണ്ടി ഈ ഒരു പാക്കിലാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ 4th മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നമ്മുടെ എന്താണ് ഈ പാക്ക് എടുക്കാനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് ബെൻസിൻ്റെ ഒരു വണ്ടി. സോ ഇതാണ് ബെൻസിൻ്റെ 190E എന്ന് പറയുന്ന എവല്യൂഷൻ 2 എന്ന് പറയുന്നൊരു വണ്ടി. ആൻഡ് നമ്മുടെ ഓൾറെഡി നമ്മൾ കണ്ടുള്ള 6ാം ബ്രാൻഡൊക്കെ കണ്ടുള്ള വണ്ടിയുടെ ഒരു മോഡിഫൈഡ് വെർഷൻ എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഒരു സെറ്റപ്പാണ് ഐറ്റം. ആൻഡ് ഇതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് കുറച്ച് സിമ്പിളാട്ടോ. ബാക്കി എല്ലാത്തിനും പിടിച്ച് കഴിഞ്ഞാൽ വരാൻ ഇച്ചിരി പാടാണ്. സോ ഇതിന് നല്ല
ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ആയിക്കോട്ടെ, എക്സ്റ്റീരിയർ ആയിക്കോട്ടെ. ആൻഡ് ബ്ലാക്ക് കളറോട് ആയതുകൊണ്ട് അടിപൊളിയാണ്. ഇവിടെ നോക്കി ബെൻസിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് സ്ട്രെച്ച് ആയിപ്പോയി കേട്ടോ, താഴോട്ട് സ്റ്റിക്കർ വർക്ക് ആയിരിക്കും, അതാണ് സ്ട്രെച്ച് ആയിപ്പോയിട്ടുണ്ട്. ഒക്കെ ഇവിടുത്തെ ഡീറ്റെയിൽ ലേബൽ കാര്യങ്ങൾ, അതുപോലെ തന്നെ റിയറിലെ ലൈറ്റും കാര്യങ്ങളും എല്ലാം, അതുപോലെ അലോയ് വീല് എല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെയും റിയറിലാണ് സസ്പെൻഷൻ വർക്ക് ആകുന്നത് കേട്ടോ. ഉണ്ടോ, ഫ്രണ്ട് എല്ലാത്തിൻ്റെയും ചത്ത പോലെ ഇങ്ങനെ നടക്കും, റിയർ മാത്രമേ വർക്ക് ആകുന്നുള്ളൂ. അത് ചിലപ്പം അങ്ങനെ ആയിരിക്കാം സെറ്റ് ചെയ്തേക്കുന്നത്, ചിലപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച പുതിയ 4 വണ്ടി എന്ന് പറയുന്നത്. ബെൻസ്, റെനോൾട്ട്, നിസാൻ ആൻഡ് കോർവെറ്റിൻ്റെ 2 എണ്ണം, ഷെവർലെറ്റിൻ്റെ 2 വണ്ടി. സോ ടോട്ടൽ എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയും മെജോറിറ്റിയുടെ വണ്ടിയുണ്ട്. ഇതിൽ ഈ 2 വണ്ടികൾ മാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഇരിക്കുന്ന ഫുള്ള് മെജോറിറ്റിയുടെ കാർസാണ്. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ യെല്ലോ അടിക്കുന്നല്ലേ, യെല്ലോയും റെഡുമാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ അപ്പോൾ ഇതാണ് എൻ്റെ പുതിയതായിട്ട് കളക്ഷനിലോട്ട് വന്ന 4 കാറ്. മൊത്തം കൂടെ ഞാൻ ഇപ്പോൾ എണ്ണി നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. സോ 19 മജോറിറ്റി കാറുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ. 1/64 സ്കെയിലൊന്നും എടുക്കാത്ത ഞാനിപ്പം 19 കാറ് ഈ മാസം തന്നെ മേടിച്ചാണ്. ഇത്രയും കാറെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ചെറിയ വണ്ടിയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഒരു ഡയറോമ, കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റ് ഇട്ടായിരുന്നു, ബ്രോ ഇത് വെക്കാനൊരു ഡയറോമ സെറ്റ് ചെയ്യുന്നു. സോ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ 9 to 6 ഒക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഡയറോമയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. ഞാൻ നേരത്തെ ഒരു ഡയറോമ സെറ്റ് ചെയ്യാൻ പോയിട്ട് എന്താ പറയുക, നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പോഴത്തേക്കും ഞാനൊരു ഡയറോമ മേടിക്കാം എന്ന് വെച്ചു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. ചെറിയൊരു ഡയറോമ അത് മേടിക്കാമെന്ന് വെച്ചു. നമ്മുടെ അബ്ബാ ഷോപ്പിൽ അതിൻ്റെ ഒരു ഡയറോമയുടെ ഞാനൊരു മോഡൽ കണ്ടുവച്ചിട്ടുണ്ട്. സോ ആ ഡയറോമ നമ്മൾ മേടിക്കുന്നതായിരിക്കും. 1/64 സ്കെയിലിനൊക്കെ വരുന്നൊരു ഡയറോമയാണ്. സോ നെക്സ്റ്റ് അതുമായിട്ടൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.